Hi dears, greetings, welcome to our class. Let us start learning Gitanjali, Tagore's one of the significant works, his poetry anthology that gave him international recognition. നമ്മൾ കഴിഞ്ഞ ഒരു 4 ക്ലാസ്സുകളിലായിട്ട് വി ഹാവ് ബീൻ ഡിസ്കസിങ് എ ലോട്ട് ഓഫ് ഇൻട്രൊഡക്ഷൻ ടു ഗീതാഞ്ജലി. ഗീതാഞ്ജലി എന്ന ഒരു ദി ഗ്രേറ്റ് ടെക്സ്റ്റിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് അബൌട്ട് ദി ടെക്സ്റ്റ് നമ്മൾ പഠിച്ചു. ഇനീഷ്യലി വി സ്റ്റാർട്ടഡ് വിത്ത് ദി ഓദർ ബയോ. രവീന്ദ്രനാഥ് ടാഗോർ എന്ന ഇന്ത്യയുടെ വളരെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഒരു ലിറ്റററി ജയൻറ്റിനെ പറ്റിയിട്ട് വളരെ ഇൻ ഡെപ്ത് പഠിച്ച ശേഷമാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ ടെക്സ്റ്റിലോട്ട് വരുന്നത്. സോ വാട്ട് വി ഡിഡ് ഇസ് ദാറ്റ് 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ടാഗോറിനെ പറ്റി, അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്, ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, പേഴ്സണൽ ഡീറ്റെയിൽസ്, ലിറ്റററി കരിയർ, റൈറ്റിംഗ് സ്റ്റൈൽസ്, അദ്ദേഹത്തിൻ്റെ ഫിലോസഫി, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ, സോഷ്യൽ ആക്ടിവിസം, പൊളിറ്റിക്കൽ തോട്ട്, അങ്ങനെ ടാഗോറിനെ പറ്റിയിട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വെരി ഡീറ്റെയിൽ ആയിട്ട് ടാഗോറിനെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ദി റീസൺ ഇസ് ദാറ്റ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ടാഗോർ ബിഫോർ ലേണിംഗ് ഗീതാഞ്ജലി. അദ്ദേഹത്തിൻ്റെ വർക്കുകളിൽ വളരെ പേഴ്സണൽ ടച്ച് ഉള്ളൊരു വർക്കാണ് ഗീതാഞ്ജലി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സ്പിരിച്വൽ തോട്ട്, അദ്ദേഹത്തിൻ്റെ ഫിലോസഫി അത്രയും ഓപ്പൺ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നൊരു വർക്കാണ് ഗീതാഞ്ജലി. അപ്പോൾ ടാഗോർ ആരായിരുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് മാത്രമേ നമുക്ക് ഗീതാഞ്ജലിയിലേക്ക് വരാൻ പറ്റുള്ളൂ. ഇനി അത് അപ്പാർട്ട് ഫ്രം ദാറ്റ്, രവീന്ദ്രനാഥ് ടാഗോർ എന്ന് പറയുന്നത് in every English language exam, English literature ടെസ്റ്റുകൾ എടുക്കുമ്പോൾ ടാഗോർ is a very integral part of our study. It's like Kamala Suraya in Kerala. ഇന്ത്യൻ ലിറ്ററേച്ചറിൽ ടാഗോർ എന്ന് പറയുന്നത് അത്രയും ഹ്യൂജ് ഇൻഫ്ലുവൻസ് ഉള്ള ഒരു പേഴ്സൺ ആണ്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വി ലേൺ അബൌട്ട് ടാഗോർ ബിഫോർ കമ്മിങ് ടു ഹിസ് ടെക്സ്റ്റ്. അപ്പോൾ നമ്മൾ ടാഗോർ ബീങ് ദി വെരി ഫസ്റ്റ് നോൺ യൂറോപ്യൻ ടു റിസീവ് നൊബേൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ ഫോർ ഹിസ് വെരി വർക്ക് ഗീതാഞ്ജലി, ഈ ഒരു ടെക്സ്റ്റിലേക്ക് പോകുന്നതിന് മുൻപ് ഇൻ ഡീറ്റെയിൽ ആയിട്ട് വി ഡിസ്കസ്ഡ് വെരി മച്ച് അബൌട്ട് ദി ഓദർ. സോ ഇനി നമുക്ക് ഗീതാഞ്ജലിയിലെ 20 പോയിംസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ഓദറിനെ പറ്റി ഒരുപാടൊന്നും ഓദറിൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും മെൻഷൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ജസ്റ്റ് സ്ലൈറ്റ് റെഫറൻസസ് വരുന്നുള്ളൂ. സോ നിങ്ങൾ ഓൾറെഡി ആ ഒരു ക്ലാസ് കേട്ടിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ടും ടാഗോറിനെ പറ്റി പഠിച്ചിട്ട് മാത്രം ഈ ഒരു പോയം ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കാം. രണ്ടാമതായിട്ട് നമ്മൾ ഗീതാഞ്ജലി എന്ന ടെക്സ്റ്റിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ചെയ്തിരുന്നു. 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ കംപ്ലീറ്റ്ലി ഗീതാഞ്ജലി എന്നൊരു വർക്കിൻ്റെ ഓവർവ്യൂ എടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് 20 പോയംസും ഡിസ്കസ് ചെയ്യാനുള്ളത് ഇറ്റ് ഈസ് ഫ്രം ദി വെരി സെയിം ടെക്സ്റ്റ്. ഈ പറയുന്ന ഗീതാഞ്ജലി എന്ന് പറഞ്ഞ ഈ ഒരു ആന്തോളജി പോയട്രി കളക്ഷനിൽ നിന്നാണ് നമുക്ക് വരാനുള്ള 20 കവിതകളും 20 ചാപ്റ്റേഴ്സും പഠിക്കാനുള്ളത്. നമ്മുടെ സിലബസിനകത്ത് ടോട്ടൽ ഗീതാഞ്ജലിയിൽ 103 പോയംസ് ആണ് വരുന്നതെങ്കിൽ അതിൽ ഫസ്റ്റ് 20 പോയംസ് നമ്മുടെ സിലബസിനകത്ത് വരുന്നുണ്ട്. സോ ആ ഒരു വർക്ക് ജനറലി ഗീതാഞ്ജലി എന്നൊരു വർക്കിൻ്റെ റെലവൻസും സിഗ്നിഫിക്കൻസും മീനിങ്ങും കോണ്ടെക്സ്റ്റൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് ഈ ഒരു ഇൻഡിവിജ്വൽ പോയംസിനെ പറ്റിയിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. സോ ഇനി നമുക്ക് ഓരോ പോയം പഠിക്കുമ്പോഴും അതിൻ്റെ സെപ്പറേറ്റ് കോണ്ടെക്സ്റ്റും സെപ്പറേറ്റ് ഓദർ ബയോ ഒന്നും എടുക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. സോ വാട്ട് വി ഡിഡ് ഇസ് ദാറ്റ് 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഗീതാഞ്ജലിയുടെ പബ്ലിക്കേഷൻ ഹിസ്റ്ററി 1910 ഗീതാഞ്ജലി ഒറിജിനലി ബംഗാളി ലാംഗ്വേജിൽ പബ്ലിഷ് ചെയ്യുന്നു. 1912 ആയപ്പോഴേക്കും ടാഗോർ എന്ത് ചെയ്തു, അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് പബ്ലിഷ് ചെയ്തു. നമ്മുടെ WB യീറ്റ്സ് ആണ് അതിന് ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നത്. ആൻഡ് ഇവൻച്വലി 1913 ആയപ്പോഴേക്കും ഗീതാഞ്ജലിക്ക് നൊബേൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ റിസീവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു ടെക്സ്റ്റ് ഗ്ലോബൽ ഓഡിയൻസിൽ വളരെ പോപ്പുലർ ആവുന്നുണ്ട്. ടാഗോറിൻ്റെ ആ ഒരു ഫിലോസഫിക്കൽ തോട്ട് വിച്ച് ഈസ് ഒബ്വിയസ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ഹിസ് ഫാമിലി ട്രഡീഷൻ, ബൈ ദി ഇൻഫ്ലുവൻസ് വിത്തിൻ ഹിസ് ഫാമിലി ഓഫ് ബ്രഹ്മോ സമാജ്, ഭക്തി മൂവ്മെൻറ്റ്, ഇന്ത്യൻ ഉപനിഷത്തിക് ഫിലോസഫി, വെസ്റ്റേൺ ലിറ്ററേച്ചർ, ഇതിൻ്റെ എല്ലാം ഇൻഫ്ലുവൻസ് കൂടി ചേർന്നിട്ടുള്ള ടാഗോറിൻ്റെ ഫിലോസഫി നമുക്ക് ഈ ഒരു വർക്കിൽ ഇതിൻ്റെ ഡീപ്പ് ഇൻഫ്ലുവൻസ് നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ ഈ ഒരു വർക്കിൻ്റെ കൾച്ചറൽ കോണ്ടെക്സ്റ്റും കഴിഞ്ഞൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഗീതാഞ്ജലി എന്നൊരു ടെക്സ്റ്റിനെ പറ്റിയിട്ട് ജനറലി നിങ്ങൾ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുന്നതിന് മുൻപ് അറിഞ്ഞിരിക്കേണ്ട ബേസിക് ഇൻഫർമേഷൻ വി ഹാവ് ഓൾറെഡി കവേർഡ് ഇൻ അവർ ക്ലാസ്. ഓക്കെ, അത്രയാണ് ഗീതാഞ്ജലിയെ പറ്റിയിട്ട് നിങ്ങൾ ജനറലായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമുക്ക് ഇൻഡിവിജ്വൽ പോയംസ് ആണ് പഠിക്കാനുള്ളത്.
So what we'll be doing is that poem 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ 20 പോയംസ് നമ്മൾ ഓരോ ക്ലാസ്സുകളായിട്ട് ഡിസ്കസ് ചെയ്യും. ഓരോ പോയത്തിനും ഒരു 2 മുതൽ 3 സെഷൻസ് വരെയാണ് നമുക്ക് ആവശ്യം വരുന്നത്. സോ ആദ്യത്തെ ഒരു സെഷനിൽ നമ്മൾ ഡയറക്റ്റ് പോയത്തിലേക്കാണ് പോകുന്നത്, ബിക്കോസ് നമുക്കിനി ഒരു ഇൻട്രോഡ് ആവശ്യമില്ല. നമ്മളത് ഓൾറെഡി ജനറൽ ആയിട്ടുള്ള ഒരു ഓവർവ്യൂ കൊടുത്തിട്ടുണ്ട്. സോ ഇനി നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ പോയത്തിലേക്ക് പോകും. പോയം വായിക്കും, സമ്മറി ലൈൻ ബൈ ലൈൻ സമ്മറി നമ്മൾ മനസ്സിലാക്കി എക്സ്പ്ലെയിൻ ചെയ്യും. Afterwards നമ്മൾ എന്ത് ചെയ്യും? After the summary we'll be looking at the themes in the second class. Third classൽ നമ്മൾ ഇതിനകത്തുള്ള other language styles, poetic devices, sample questions അങ്ങനെയുള്ള മറ്റു കാര്യങ്ങൾ തേർഡ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ട് we'll be concluding every poem in at least 2 to 3 classes. ഓക്കെ, അപ്പോൾ അതുപോലെയാണ് നമ്മുടെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. സോ ഇൻ ടുഡേയ്സ് ക്ലാസ് വിൽ ബി ഡിസ്കസിങ് പോയം 1. ഈ ഒരു ഗീതാഞ്ജലി എന്ന ഈ ഒരു കളക്ഷനിൽ ടാഗോർ കൊടുത്തിട്ടുള്ള ആദ്യത്തെ പോയം. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റിനകത്ത് എല്ലാം ടാഗോർ ഫ്രഷ്ലി കമ്പോസ് ചെയ്തിട്ടുള്ള പോയംസ് അല്ല. മോസ്റ്റ് ഓഫ് ദിസ് വെർ ഓൾറെഡി പബ്ലിഷ്ഡ് ഇൻ ഹിസ് ഏർലിയർ ബംഗാളി പോയട്രി കളക്ഷൻസ്. അപ്പോൾ അങ്ങനെ മുൻപ് പബ്ലിഷ് ചെയ്തിട്ടുള്ള വർക്കുകളെല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വരുന്നത്. ആൻഡ് ഓൾ ഓഫ് ദീസ് ആർ ലിറിക്കൽ പോയംസ്. വളരെ മ്യൂസിക്കൽ ആയിട്ടുള്ള, വളരെ എക്സ്പ്രസീവ് ആയിട്ടുള്ള, ഇമോഷണൽ ആയിട്ടുള്ള ലിറിക്കൽ സ്റ്റൈലിൽ വരുന്ന പോയിട്രിയാണ് ഇതെല്ലാം തന്നെ. നമ്മൾ പറഞ്ഞു ഭക്തി പോയിട്രി ആണ്, വളരെയധികം ടാഗോറിന്റെ സ്പിരിച്വൽ തോട്ടിനെ ഡിസ്കസ് ചെയ്യുന്ന പോയംസ് ആണ്. ഓക്കെ, സോ അത്തരത്തിൽ നമ്മൾ ഈ ഒരു പോയത്തിനെ മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാൻ. സോ ഫസ്റ്റ് വാട്ട് ഐ വിൽ ബി ഡൂയിങ് ഇസ് ദാറ്റ് ഐ വിൽ റീഡ് ദി എൻറ്റയർ പോയം ടു യു. കംപ്ലീറ്റ് പോയം ഞാൻ നിങ്ങൾക്കൊന്ന് വായിച്ച് കളിപ്പിച്ച് തരും. അപ്പോൾ ലിറിക് പോയം ആയതുകൊണ്ട് തന്നെ ദിസ് ഇസ് വെരി ഷോർട്ട് പോയം. വളരെ ചെറിയൊരു കവിതയാണ്. ജസ്റ്റ് ഒരു എന്താ പറയുക കപ്പിൾ ഓഫ് ലൈൻസ് മാത്രമേ വരുന്നുള്ളൂ. ആൻഡ് നമുക്ക് ഇതിനകത്ത് സ്ട്രിക്റ്റ് മീറ്റർ ഒന്നും വരുന്നില്ല, ഫ്രീ വേഴ്സിലാണ്. ബിക്കോസ് ഇറ്റ്സ് ലൈക്ക് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദി ഡിവോട്ടി ആൻഡ് ദി ഡിവോട്ടഡ്. അതായത് ബ്രഹ്മാവും ആത്മാവും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ രൂപേണയാണ് അധിക ഗീതാഞ്ജലിയിലെ വർക്കുകളും വരുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രീ വേഴ്സിൽ ഒരു കോൺവെർസേഷണൽ ടോണിലാണ് നമ്മുടെ പോയം. അതേസമയം ഇറ്റ്സ് വെരി മ്യൂസിക്കൽ. ലിറിക് പോംസ് എന്ന് പറയുന്നത് ഭയങ്കര റിതമിക് ആൻഡ് മ്യൂസിക്കൽ ആയിരിക്കും. അപ്പോൾ ആ ഒരു താളം നമുക്ക് ടാഗോറിന്റെ പോയംസ് ആർ വെരി മ്യൂസിക്കൽ ബിക്കോസ് ഹി ഓൾസോ കമ്പോസസ് എ ലോട്ട് ഓഫ് സോങ്സ്. അപ്പോൾ ആ ഒരു മ്യൂസിക്കാലിറ്റി നമുക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യും. ഓക്കെ, സോ ഫസ്റ്റ് ഐ വിൽ റീഡ് പോയം 1 ആൻഡ് ദെൻ വി വിൽ മൂവ് ടു ഇറ്റ്സ് എക്സ്പ്ലനേഷൻ. സോ ലെറ്റ് മീ ബിഗിൻ. Thou hast made me endless, such is thy pleasure. This frail vessel thou emptiest again and again, and filled it ever with fresh life. This little flute of a reed thou hast carried over hills and dales, and hast breathed through it melodies eternally new. At the immortal touch of thy hands, my little heart loses its limits in joy and gives birth to utterance ineffable. Thy infinite gifts come to me only on these very small hands of mine. Ages pass and still thou pourest, and still there is room to fill. ഇത്രയും നമ്മുടെ പോയം വരുന്നുള്ളൂ കേട്ടോ. കണ്ടില്ല, അത്രയും ഷോർട്ടാണ് നമ്മുടെ പോയം എന്ന് പറയുന്നത്. സോ വിൽ ലുക്ക് അറ്റ് ദി ഇൻട്രൊഡക്ഷൻ ഫസ്റ്റ് ആൻഡ് ദെൻ ദി സമ്മറി. Poem 1 serves as the opening ritual statement of Gitanjali and introduces the central relationship between the human soul and God. The poem presents life as a divine gift that is repeatedly renewed by God. അപ്പോൾ പോയം 1 എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഗീതാഞ്ജലി എന്ന വർക്ക് ടാഗോറിന്റെ ഹയർ സ്പിരിച്വൽ തോട്ട്സിനെയാണ്, അദ്ദേഹത്തിന്റെ ഫിലോസഫി, സ്പിരിച്വാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, ആത്മീയതയായിട്ട് ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിന്റെ ഐഡിയോളജിയാണ് ഈ ഗീതാഞ്ജലി എന്നൊരു വർക്കിൽ വരുന്നത്. അപ്പൊ ഇതിനകത്ത് തന്നെ ആദ്യത്തെ 1 to 20 വരെയുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഈ ഒരു ഫിലോസഫിക്കൽ ഐഡിയാസിന്റെ ഒരു ഫൗണ്ടേഷൻ ആണ് ഇതിൽ വരുന്നത്. നമുക്ക് ബാക്കി വരുന്ന കവിതകൾ കുറച്ചും കൂടി സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള തോട്ട്സ് ആണ്. അതിലേക്ക് പോകുന്നതിന് മുൻപ് ഒരാൾക്ക് ഒരു ഫൗണ്ടേഷൻ കിട്ടാൻ, അദ്ദേഹത്തിന്റെ ഫിലോസഫി ഈസിലി എന്താ പറയുക കൺസീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന പോയംസ് ആണ് 1 to 20 വരെയുള്ളത്. അതിൽ പോയം നമ്പർ 1 എന്ന് പറയുന്നത് തന്നെ ടാഗോറിന്റെ ഒരു ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് ഈ ഒരു ഗീതാഞ്ജലി എന്ന വർക്കിന്റെ ഒരു ഇൻട്രോ ഒക്കെ വരുന്ന പോലെ ഇതിൽ
ഈ ഒരു ടെക്സ്റ്റിലുടനീളം ടാഗോർ പറയുന്ന ഈ ഒരു സ്പിരിച്വൽ സ്റ്റേറ്റ്മെന്റ്, സ്പിരിച്വാലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്ത അദ്ദേഹത്തിന്റെ ഒരു ഡിക്ലറേഷൻ ഉണ്ട്. അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് പോലെയാണ് പോയം 1 എന്ന് പറയുന്നത്. അപ്പൊ ഇതിലൂടെയാണ് ടാഗോർ ഈ വർക്കിലുടനീളം എക്സ്പ്ലോർ ചെയ്യുന്നത് ഹ്യൂമൻ സോളും ഗോഡും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. അത് വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ജേണിയാണ്. വ്യക്തികളും ദൈവവും തമ്മിലുള്ള ഇന്റർ കണക്ഷൻ, ബന്ധം എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി പേഴ്സണൽ തിങ്. പുറമേ നിന്ന് ഒരാൾക്ക് വായിക്കാനോ മനസ്സിലാക്കാനോ അളക്കാനോ കുറ്റപ്പെടുത്താനോ ഒന്നും പറ്റുന്ന ഒരു സംഗതിയല്ല ഈ പേഴ്സൺസ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് എന്ന് പറയുന്നത്. സോ അപ്പോൾ ഈ ഒരു പോയത്തിൽ ഇറ്റ് ഇൻട്രൊഡ്യൂസസ് ദിസ് റിലേഷൻഷിപ്പ്. അപ്പോൾ ഈ വർക്കിലുടനീളം ടാഗോർ എക്സ്പ്ലോർ ചെയ്യുന്ന ഹ്യൂമൻ സോൾ ആൻഡ് ഗോഡ് എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ്, ഹ്യൂമൻ സോൾ ആൻഡ് ഗോഡ് തമ്മിലുള്ള കമ്മ്യൂണിയൻ, ഇന്റർ കണക്ഷൻ, റിലേഷൻഷിപ്പ്, ഇതാണ് ഈ ഒരു വർക്കിൽ സെൻട്രൽ ആയിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിനെ വളരെ ഇൻഡെപ്ത് ആയിട്ട് ഈ ഒരു വർക്കിൽ അനലൈസ് ചെയ്യുന്നില്ല, പകരം ആ ഒരു റിലേഷൻഷിപ്പിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ഈ ഒരു പോയത്തിൽ ചെയ്യുന്നത്. Okay, അപ്പോൾ ഈ പോയത്തിലൂടെ what Tagore does is that Tagore expresses life itself as a divine gift. ഒരു മനുഷ്യന് ഈ ഒരു വേൾഡ്ലി ലൈഫിൽ, ഈ ഒരു കോസ്മോസിനകത്തുള്ള ഒരു മനുഷ്യന്റെ ലൈഫ് ഇറ്റ്സെൽഫ് ഈസ് എ ഡിവൈൻ ഗിഫ്റ്റ്. നമ്മൾ ബാക്കി എന്തോ എനിക്ക് കിട്ടിയിട്ടില്ല, അതില്ല ഇതില്ല എന്നൊക്കെ പറയുമ്പോഴും ജീവൻ എന്ന് പറയുന്നത് തന്നെ ഏറ്റവും പവിത്രമായിട്ടുള്ള, അത്രയും സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ദൈവിക അനുഗ്രഹമാണ് എന്നാണ് ടാഗോർ പറയുന്നത്. സോ ലൈഫ് ഇറ്റ്സെൽഫ് ഈസ് എ ഡിവൈൻ ഗിഫ്റ്റ് വിച്ച് ഈസ് റിപ്പീറ്റഡ്ലി റിന്യൂഡ് ബൈ ഗോഡ്. അത് റിന്യൂ ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മുടെ സോൾ റിന്യൂഡ് ആവുന്നത് ഗോഡ് ആയിട്ടുള്ള കണക്ഷനിലാണ്. ഓക്കെ, നമ്മൾ ഉറങ്ങി എഴുന്നേറ്റാൽ ശരീരം റിഫ്രഷ് ആകും, ഭക്ഷണം കഴിച്ചാൽ ശരീരത്തിന്റെ വിശപ്പ് മാറും. പക്ഷെ ആത്മാവ് റിഫ്രഷ് ആവണമെന്നുണ്ടെങ്കിൽ ഇറ്റ് നീഡ്സ് എ ഫ്രഷ് കണക്ഷൻ വിത്ത് ഗോഡ്. അപ്പൊ ആ ഒരു കണക്ഷനിലൂടെയാണ് എന്താ പറയാ, ദി പേഴ്സൺസ് ലൈഫ് ഇസ് ബീങ് സസ്റ്റെയിൻഡ്. അപ്പോൾ ദിസ് ഡിവൈൻ ഗിഫ്റ്റ്, അതിനെ പറ്റിയാണ് ടാഗോർ ഈ ഒരു പോയത്തിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇറ്റ് സെറ്റ്സ് ദി ടോൺ ഫോർ ദി എൻറ്റയർ സീക്വൻസ് by expressing gratitude, humility and spiritual dependence. The speaker addresses God directly, establishing the prayer-like nature of the work. അപ്പോൾ നമ്മുടെ സ്പീക്കർ ഈ ഒരു പോയത്തിലൂടെ ചെയ്യുന്നത്, ഞാൻ പറഞ്ഞു, കംപ്ലീറ്റ് ഗീതാഞ്ജലിയുടെ ഒരു ടോൺ എന്ന് പറയുന്നത് വളരെ സിൻസിയർ ആയിട്ടുള്ളൊരു ഗ്രാറ്റിറ്റ്യൂഡ്, സ്തുതി ഗീതം എന്ന് നമ്മൾ പറയും. ദൈവത്തെ സ്തുതിച്ചുകൊണ്ടുള്ള, വാഴ്ത്തിയിട്ടുള്ള ഗാനങ്ങളാണ്. അപ്പോൾ ദൈവം നമുക്ക് തന്ന ഈ ഒരു ഡിവൈൻ ഗിഫ്റ്റ് ഓഫ് ലൈഫ്, അതിൻ്റെ എന്താ പറയുക, ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടും അതിൻ്റെ റെലവൻസിനെ പറ്റിയിട്ടൊക്കെ വളരെയധികം ഡിസ്കസ് ചെയ്യുന്ന, ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു വർക്കാണ് ഗീതാഞ്ജലി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡാണ് ഇതിലുടനീളം. അപ്പോൾ ആ ഒരു ടോൺ സെറ്റ് ചെയ്യുന്നത്, ആ ഒരു നന്ദി പ്രകടനത്തിന്റെ ബിഗിനിങ് എന്ന് പറയുന്നത് ഈ ഒരു പോയം 1 സംഭവിക്കുന്നത്. ആൻഡ് ഹ്യൂമിലിറ്റി ആൻഡ് സ്പിരിച്വൽ ഡിപ്പെൻഡൻസ്. ഹ്യൂമിലിറ്റി, ദി ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് ഹംബിൾ, ആൻഡ് സ്പിരിച്വൽ ഡിപ്പെൻഡൻസ്, അതായത് മനുഷ്യൻ എത്രത്തോളം ഇൻഡിപെൻഡന്റ് ആവണം, ഫ്രീ വില്ലാണ് എന്നൊക്കെ പറഞ്ഞാലും സ്പിരിച്വലി ഒരു മനുഷ്യൻ ദൈവിക സങ്കല്പത്തിൽ ഡിപ്പെൻഡന്റ് ആവാന്നുള്ളത് അവന്റെ സോളിന്റെ നിലനിൽപ്പിന് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ബോഡി നമ്മൾ എത്ര ഇൻഡിപെൻഡന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്താലും സോൾ എന്ന് പറയുന്നത് എപ്പോഴും ദൈവത്തിൽ അറ്റാച്ച്ഡ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ആ ഒരു സ്പിരിച്വൽ ഡിപ്പെൻഡൻസിന്റെ ഇമ്പോർട്ടൻസ് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്പീക്കർ പറയുന്നത്, ദി സ്പീക്കർ ഈസ് അഡ്രസ്സിങ് ഗോഡ് ഡയറക്ട്ലി. അതായത് ടാഗോർ വിശ്വസിച്ചിരുന്ന ഒരു സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് വാസ് ഡയറക്റ്റ് കണക്ഷൻ വിത്ത് ഗോഡ്. അതിനിടയിൽ ഒരു മിഡിൽ പേഴ്സണ് റോളില്ല. നമ്മൾ റിച്വൽസ് എന്നൊക്കെ പറയുമ്പോൾ അതിനിടയിൽ ഒരു മിഡിൽ പേഴ്സൺ ഉണ്ടാകും, ഒരു പൂജാരി, അല്ലെങ്കിൽ ഒരു പള്ളിയിലച്ഛൻ, അല്ലെങ്കിൽ ഒരു ഇമാമ്, അങ്ങനെ പല ആളുകൾ മിഡിൽ പേഴ്സൺ ചെയ്തിട്ടാണ് ഈ ഒരു കമ്മ്യൂണിയൻ നടക്കുന്നത്. പക്ഷേ ടാഗോർ ബിലീവ്ഡ് ഇൻ എ ഡയറക്റ്റ് കണക്ഷൻ വിത്ത് ഗോഡ്. ഗോഡ് ആയിട്ടുള്ള ഒരു ഡയറക്റ്റ് കമ്മ്യൂണിയന്റെ ഒരു മീനിങ്ങിലാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ എന്താ പറയാ, ആ ഒരു ഡയറക്റ്റ് കോൺവെർസേഷൻ ആണ് ഇദ്ദേഹത്തിന്റെ ഗീതാഞ്ജലിയിൽ നടക്കുന്നത്. ഒരു പ്രെയർ ലൈക്ക് ആയിട്ടാണ്, ഒരു ദൈവത്തിനുള്ള സ്തുതിഗീതമാണ്, ഒരു ഭക്തിഗാനമാണ്, അതിലൂടെ പ്രാർത്ഥനകളാണ് കൺവേ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു വർക്ക്, ഈ പോയം 1 ഉൾപ്പെടെയുള്ള ഈ ഒരു ഗീതാഞ്ജലി എന്ന വർക്ക് ഇറ്റ്സ് ലൈക്ക് എ പ്രയർ ടുവേർഡ്സ് ഗോഡ്. അപ്പൊ പ്രാർത്ഥിക്കുന്നത് നമ്മൾ ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് ഗോഡിനോടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മുടെ ഈ പറയുന്ന പോയം 1 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ പോയത്തിൽ
തൊട്ട് ഹിയർ ഓൺ സംഭവിക്കുന്നത് ഈ ഒരു കോൺവെർസേഷനാണ്. ഓക്കെ, സോ അത്രയാണ് ഒരു ഇൻട്രോ എന്ന രീതിയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. വാട്ട് വിൽ ബി ഡൂയിങ് ഇസ് ദാറ്റ് വിൽ ബി ലുക്കിംഗ് അറ്റ് ദി കംപ്ലീറ്റ് സമ്മറി ലൈൻ ബൈ ലൈൻ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ നമ്മൾ ഓർബിന്ദോടെ ഒരു പോയം പഠിച്ച സമയത്ത് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇങ്ങനെ ഫിലോസഫിക്കൽ ഐഡിയാസ് പറയുന്ന പോയത്തിന് നിങ്ങൾ ഒരിക്കലും വാക്കർത്ഥം വെച്ചിട്ട് മനസ്സിലാക്കരുത്. നമുക്ക് ഡയറക്റ്റ് വെർബൽ ട്രാൻസ്ലേഷൻ ഇസ് നോട്ട് പോസിബിൾ. ഇപ്പോൾ ഈ ഒരു വർക്കിന് ഇതിന്റെ ബംഗാളി വർക്ക് ആണ് ഇതിന്റെ ഒതന്റിക് ഫോം എന്ന് പറയുന്നത്. ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ ഒതന്റിസിറ്റി നമുക്കൊരു പരിധി വരെ നഷ്ടപ്പെടും. അപ്പൊ സിമിലർലി ഒരു ഫിലോസഫിക്കൽ തോട്ടിന് നമുക്ക് ഇങ്ങനെ കട്ട് ആൻഡ് കട്ട് മുറിച്ച് വാക്കർത്ഥം വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാന്നുള്ളത് ഇറ്റ്സ് നോട്ട് പോസിബിൾ. നിങ്ങൾ വേർബൽ മീനിങ് വെച്ചിട്ട് ഒരിക്കലും അത് മനസ്സിലാക്കരുത്. ഇതിനകത്ത് വരുന്നത് മേജർലി സിംബലിസം ആണ്. യൂസ് ചെയ്യുന്ന വാക്കുകൾക്കെല്ലാം ഇന്നർ മീനിങ് വരുന്നുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് ലൈൻ, ദോ ഹാസ്റ്റ് മെയ്ഡ് മീ എൻഡ്ലെസ് സച്ച് ഈസ് ദൈ പ്ലെഷർ. അപ്പൊ ദോ എന്ന് പറഞ്ഞാൽ എന്താ? ദിസ് ഈസ് യൂസിങ് ആർക്കൈക് ഇംഗ്ലീഷ്, ഓൾഡ് ഇംഗ്ലീഷ് ആണ് യൂസ് ചെയ്യുന്നത്. ദോ എന്ന് പറഞ്ഞാൽ യു എന്നാണ്, ഡൈ എന്ന് പറഞ്ഞാൽ യുവർ എന്നാണ്. ഓക്കെ, സോ യു ഹാസ്റ്റ് എന്നതിന് ഹാസ് എന്നാണ്, ഹാസ്റ്റ് എന്ന് നമ്മൾ ഓൾഡ് ഇംഗ്ലീഷിൽ പറയും. യു ഹാസ് മെയ്ഡ് മീ എൻഡ്ലെസ് സച്ച് ഈസ് യുവർ പ്ലെഷർ എന്നാണ് ഇതിന്റെ ഡയറക്റ്റ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. So the poet says that God has made his life endless, meaning spiritually meaningful and continuously renewed. This shows that human life exists according to God's will and pleasure, not by human control. അപ്പൊ ദൈവം എന്ത് ചെയ്തു? എന്നെ എൻഡ്ലെസ് ആക്കിയിട്ടുണ്ട്. സോ ദാറ്റ്സ് ദി ആ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള മനുഷ്യന്റെ ലൈഫ് എന്ന് പറയുന്നത് ഇറ്റ്സ് ബിക്കമിങ് എൻഡ്ലെസ്. എൻഡ്ലെസ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് അതിന്റെ ഉത്ഭവവും ഉറവിടവും അതിന്റെ അന്ത്യവും ഒക്കെ നിർണ്ണയിക്കുന്നത് ഗോഡാണ്. ഗോഡിന്റെ വിൽ ആൻഡ് പ്ലഷർ ആണ്. ദൈവപ്രീതിയും ദൈവ ഇച്ഛയുമാണ് മനുഷ്യന്റെ ലൈഫിനെ കൺട്രോൾ ചെയ്യുന്ന, അൾട്ടിമേറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുന്ന ഘടകം എന്ന് പറയുന്നത്. നമ്മൾ എത്ര തന്നെ അതിനെ എക്സ്റ്റേണലി കൺട്രോൾ ചെയ്യാൻ നോക്കിയാലും നമുക്ക് നമ്മുടെ ശരീരം മെനക്കി എന്താ പറയുക റെഗുലർ ചെക്കപ്പ് ഒക്കെ ചെയ്ത് ഹെൽത്ത് ഒക്കെ എന്താ പറയുക ശ്രദ്ധിച്ച് മോണിറ്റർ ചെയ്ത് കൊണ്ടുപോകാം. പക്ഷെ ഓൾ ഓഫ് ദിസ് ഇസ് എംബഡഡ് ഇൻ അവർ സോൾ. നമ്മുടെ ആത്മാവാണ് ഇതിൻ്റെയൊക്കെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത്. ആ ആത്മാവ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ വില്ലിൽ, ട്രൂ വിൽ ഫെയ്ത്തിലാണ് കിടക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ ഇച്ഛയിലും എന്താ പറയുക വിധിയിലുമാണ് മനുഷ്യന്റെ ലൈഫിന്റെ കംപ്ലീറ്റ് കൺട്രോൾ ഈസ് ഹാപ്പനിങ്. ഓക്കെ, the line expresses humility and gratitude towards the divine. അപ്പോൾ ഇത് നമ്മളൊരു ബേർഡൻ ആയിട്ടല്ല പറയുന്നത്. ദൈവത്തിന്റെ ഇച്ഛയിലാണ് എൻ്റെ എൻഡ്ലെസ് ലൈഫ് എന്ന് പറയുന്നത്. ഇറ്റ്സ് നോട്ട് ലൈക്ക് എ ബേർഡൻ ഓർ എ കംപ്ലൈന്റ്, ഇറ്റ്സ് ട്രൂ. അതായത് നമ്മൾ ഈ ഒരു കോൺസെപ്റ്റിന് തവക്കുൽ എന്നൊക്കെ പറയും അറബിക്കലി. ഇറ്റ് ഇസ് ലൈക്ക് എൻ്റെ ലൈഫിന്റെ കംപ്ലീറ്റ് കൺട്രോൾ ഉള്ളത് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ദൈവത്തിന്റെ കരങ്ങളിലാണെന്നുള്ളത്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് കൺസലേഷൻ, ഒരു സമാധാനിപ്പിക്കുന്ന ഒരു തോട്ടാണത്. അപ്പോൾ അതിനുള്ള നന്ദി പ്രകടനം, അതിലുള്ള ഹ്യൂമിലിറ്റി ആണ് ഇതിലൂടെ എക്സ്പ്രസ് ചെയ്യുന്നത്. നിന്റെ കരങ്ങളിലാണ്, നിന്റെ വിത്തിൻ യുവർ അറ്റ്മോസ്റ്റ് പവർ ദാറ്റ് ഐ സസ്റ്റൈൻ, ദാറ്റ് ഐ സർവൈവ് ഇൻ ദിസ് വേൾഡ് എന്ന് പറയുന്നത് അതിനോടുള്ള ഒരു നന്ദി സൂചകമായിട്ടുള്ള ഒരു ഓപ്പണിംഗ് സെന്റൻസ് ആണ്. നെക്സ്റ്റ്, this frail vessel though emptiest again and again and fillest it ever with fresh life. If the frail vessel refers to the human body which is weak and temporary. അപ്പോൾ ഫ്രെയിൽ വെസൽ എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രെയിൽ എന്ന് പറഞ്ഞാൽ വളരെ പൊള്ളയായിട്ടുള്ള വേക്കൻ്റ് ആയിട്ടുള്ള വെസൽ. അപ്പൊ വെസൽ എന്നാണ് ഓർബിന്ദോ ഓൾസോ യൂസസ് കമ്പയർസ് ഹ്യൂമൻ ബോഡി ഇൻ ടു എ വെസൽ. അപ്പോൾ വെസൽ എന്ന് പറഞ്ഞത് നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഇറ്റ്സ് ജസ്റ്റ് ആൻ എംപ്റ്റി മെഷീൻ, ഒരു എംറ്റി ആയിട്ടുള്ള ഒരു പാത്രം പോലെ. ഇറ്റ്സ് സംതിങ് ദാറ്റ്സ് വെരി എംറ്റി ആൻഡ് വേക്കൻറ്റ്. അപ്പോൾ അതിന് ഓൺ ഇറ്റ്സ് ഓൺ ഒരു വാല്യൂ ഇല്ല. നമ്മൾ നമ്മുടെ ബോഡി എങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, മനോഹരമാക്കി കൊണ്ട് നടക്കുന്നു, നമ്മൾ അതിനു വേണ്ടി ഒരുപാട് സ്പെൻഡ് ചെയ്യുന്നു. ബട്ട് എൻഡ് ഓഫ് ദി ഡേ ഇറ്റ്സ് എ മീനിങ്ലെസ് വെസൽ. അത് ജസ്റ്റ് ഒരു വെഹിക്കിൾ മാത്രമാണ്, നമ്മുടെ സോളിന്, ആത്മാവിനെ ക്യാരി ചെയ്യാനുള്ള ഒരു കേവലം വെഹിക്കിൾ മാത്രമാണ്. ആൻഡ് ഇറ്റ്സ് എംറ്റി. അതിങ്ങനെ ഇങ്ങനെ എന്താ പറയുക, നമ്മൾ പറയില്ല ലൈഫ് ഇങ്ങനെ ലൈഫ്ലെസ് ആയി വരും. ആൻഡ് ഈ ഡിവൈൻ പവർ ആണ് അതിനെ റിഫ്രഷ് ചെയ്യുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. അപ്പൊ ഹ്യൂമൻ ബോഡി ഈസ് വീക്ക് ആൻഡ് ടെമ്പററി.
മനുഷ്യന്റെ ശരീരം നമ്മൾ എത്ര ഭംഗിയുള്ളവരാണെങ്കിലും ഒരു ഏജ് കഴിയുമ്പോൾ ഈ ശരീരം ഇങ്ങനെ ജീർണിച്ച് മണ്ണിനോട് അലിഞ്ഞു ചേരും. അപ്പൊ ശരീരം എന്ന് പറയുന്നത് വളരെ എംപ്റ്റി ആയിട്ടുള്ള ടെമ്പററി ആയിട്ടുള്ള ഒരു സംഗതി. എത്ര മനോഹരമായ ഒരു ശരീരം, എത്ര ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് മരണമുണ്ട്. അപ്പൊ ഇറ്റ്സ് സംതിങ് വെരി വീക്ക് ആൻഡ് ടെമ്പററി. അതിനെ റിന്യൂ ചെയ്യുന്നതും സസ്റ്റെയിൻ ചെയ്യുന്നതും ഗോഡാണ്. ഗോഡ് എംപ്റ്റീസ് ആൻഡ് റീഫിൽസ് ദിസ് വെസൽ, symbolizing the repeated renewal of life and energy. The line suggests that life constantly comes from God, not from human power. അപ്പൊ മനുഷ്യന്റെ ഈ ശരീരത്തെ എംപ്റ്റി ചെയ്യാനുള്ള കഴിവും റീഫിൽ ചെയ്യാനുള്ള കഴിവും ദൈവത്തിന് മാത്രമാണ്. അപ്പൊ നമ്മൾ ഒരു ദിവസം മുഴുവൻ പണിയെടുത്ത് വൈകിട്ട് നമ്മൾ വളരെ ടയർഡായിട്ട് കിടന്നുറങ്ങുമ്പോൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ നമ്മൾ റീഫിൽഡ് ആവുന്നുണ്ട്, എനർജൈസ്ഡ് ആവുന്നുണ്ട്. അപ്പോൾ ഈ എന്താ പറയാ എംപ്റ്റി ചെയ്യാൻ, അപ്പൊ നമ്മുടെ ശരീരത്തിന് ഈ ഒരു റീഫിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ദൈവത്തിൽ നിന്നാണ് വരുന്നത്. വിശക്കുമ്പോൾ നമുക്ക് ആഹാരം കഴിക്കാനും നമ്മുടെ വിശപ്പ് മാറ്റാനും ഉള്ള ഒരു കപ്പാസിറ്റി കിട്ടുന്നത് അഗെയിൻ ദൈവത്തിൽ നിന്നാണ്. അപ്പോൾ ഈ പറയുന്ന എന്താ പറയുക ശരീരം എംപ്റ്റി ചെയ്യാനും റീഫിൽ ചെയ്യാനും ദൈവത്തിന് മാത്രമേ പറ്റുന്നുള്ളൂ. ഈ ഒരു റിപ്പീറ്റഡ് റിന്യൂവൽ ഓഫ് ലൈഫ് ആൻഡ് എനർജി, നമ്മൾ എനർജി ഡിപ്ലീറ്റഡ് ആവുന്നു, ദൈവം അത് റീഫിൽ ചെയ്യുന്നു. അത് എല്ലാ അർത്ഥത്തിലും കേട്ടോ. സാഡ്നെസ് ആൻഡ് ഹാപ്പിനെസ് ആവട്ടെ, വിശപ്പും ദാഹവും ആവട്ടെ, അങ്ങനെ ലൈഫിന്റെ അപ്സ് ആൻഡ് ഡൗൺസ് എല്ലാം ഡിറ്റർമൈൻ ചെയ്യുന്നത് അൾട്ടിമേറ്റ് ആയിട്ട് ദൈവത്തിൽ നിന്നാണ്. അപ്പോൾ കോൺസ്റ്റന്റ്ലി ലൈഫ് വരുന്നത് അത് ഒരു കുഞ്ഞ് ജനിച്ചത് മുതൽ മരണം വരെ, പിന്നെ നമ്മൾ പുനർജന്മമൊക്കെ പറയും. അപ്പോൾ ലൈഫ് കംസ് കോൺസ്റ്റന്റ്ലി ഫ്രം ഗോഡ്, നോട്ട് ഫ്രം ഹ്യൂമൻ പവർ. നമ്മൾ സയൻസ് എത്ര തന്നെ വികസിച്ചു എന്ന് പറഞ്ഞാലും, എത്ര അഡ്വാൻസ് ടെക്നോളജി ഉണ്ട്, ജീവനെ പിടിച്ചു നിർത്താൻ പറ്റുന്ന എന്തൊക്കെ സാങ്കേതിക വിദ്യകൾ ഉണ്ടെന്ന് പറഞ്ഞാലും അൾട്ടിമേറ്റ് ആയിട്ട് ഇതൊക്കെ പിടിച്ചു നിർത്തുന്നത് ദൈവത്തിന്റെ ശക്തിയാണെന്നാണ് ടാഗോർ പറയുന്നത്. This little flute of a reed thou hast carried over hills and dales, and hast breathed through it melodies eternally new. The little flute of a reed symbolizes the poet himself, small and insignificant on his own. അപ്പോൾ ലിറ്റിൽ ഫ്ലൂട്ട് ഓഫ് റീഡ് എന്ന് പറയുന്നത്, റീഡ് എന്ന് പറഞ്ഞാൽ ഒരു ഇറ്റ്സ് എ കൈൻഡ് ഓഫ് സ്ലെൻഡർ ഗ്രാസ്, ഒരു പുല്ലാണ്. അപ്പോൾ കേവലം മനുഷ്യൻ എന്ന് നമ്മൾ പറയും നമ്മളൊരു പുഴുവാണെന്ന് പറയും. അപ്പോൾ മനുഷ്യന്റെ ലൈഫ് എന്ന് പറയുന്നത് അത്രയും ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്. ദിസ് ലിറ്റിൽ ഫ്ലൂട്ട് ഓഫ് റീഡ്, എത്രയും നിസ്സാരമായ എന്നെ യു ഹാവ് ക്യാരിഡ് ഓവർ ഹിൽസ് ആൻഡ് ഡെയിൽസ്. ഡെയിൽസ് എന്ന് പറഞ്ഞാലും ഈ നോർത്തേൺ ഇംഗ്ലണ്ടിലെ വാലീസിന്, മലഞ്ചെരുവുകൾക്കാണ് ഡെയിൽസ് എന്ന് പറയാം. അപ്പൊ ഈ കുന്നുകളിലും ചെരുവുകളിലും എല്ലാം എന്നെ ക്യാരി ചെയ്ത് കൊണ്ട് നടന്ന് ആൻഡ് ഹാസ് breathed through it melodies eternally new. അപ്പോൾ ഓൺ ഇറ്റ്സ് ഓൺ, ഞാൻ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഐ ആം ഓൺ ഇറ്റ്സ് ഓൺ വെരി ഇൻസിഗ്നിഫിക്കൻറ്റ്. ഞാൻ ഞാൻ വളരെ സ്മോൾ ആൻഡ് ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഒരു പുല്ലിനോട് നമ്മൾ സ്പീക്കർ അദ്ദേഹത്തെ സ്വയം എന്താ പറയുക കമ്പയർ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഞാൻ മൈസെൽഫ് വെരി ഇൻസിഗ്നിഫിക്കൻ്റ് ആണെന്ന് കൺവേ ചെയ്യാനാണ്. ഗോഡ് ക്യാരീസ് ദി ഫ്ലൂട്ട് എവറിവെയർ, മീനിങ് ഹി ഗൈഡ്സ് ഹ്യൂമൻ ലൈഫ്. ഈ ഒരു പുൽക്കൊടിയെ നീ മലഞ്ചെരുവുകളിലും കുന്നുകളിലും മേടുകളിലും എല്ലാം കൊണ്ട് നടന്നിട്ടുണ്ടെന്ന് പറയുന്നത് എൻ്റെ ലൈഫ് ഓൺ ഇറ്റ്സ് ഓൺ വെരി ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പൊ മനുഷ്യന്റെ ലൈഫ് എന്ന് പറയുന്നത് ഹ്യൂമൻ ലൈഫ് ഇസ് മനുഷ്യൻ ദി സ്പീക്കർ എന്നതിലൂടെ പറയുന്നത് ഒരു ഹ്യൂമൻ ലൈഫ് ഇറ്റ്സ് വെരി ഇൻസിഗ്നിഫിക്കൻറ്റ്. ആൻഡ് ഗോഡാണ് ഈ പുൽകളിലൂടെ മേടുകളിലൂടെ ഒക്കെ കൊണ്ടു നടന്നു എന്ന് പറഞ്ഞത്. ഗോഡ് ഹാസ് ഗൈഡ് ദി ഹ്യൂമൻ ലൈഫ്, മനുഷ്യന്റെ ലൈഫിനെ എല്ലാത്തിലൂടെയും ഗൈഡ് ചെയ്ത് കൊണ്ടുപോകുന്നത് ദൈവമാണ്. വെൻ ഗോഡ് ബ്രീത്ത്സ് ഇൻ ടു ഇറ്റ് ബ്യൂട്ടിഫുൾ മ്യൂസിക് ഈസ് പ്രൊഡ്യൂസ്ഡ്, സിംബലൈസിങ് ക്രിയേറ്റിവിറ്റി ആൻഡ് ഇൻസ്പിറേഷൻ. അപ്പോൾ ഫ്ലൂട്ട് എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഈ ഒരു പുൽക്കൊടിയെ. ഫ്ലൂട്ട് എന്ന് വിശേഷിപ്പിക്കുന്നതിന്റെ അർത്ഥം, ഫ്ലൂട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് സിങ്സ്. അപ്പോൾ ഫ്ലൂട്ടിന് ഓൺ ഇറ്റ്സ് ഓൺ മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഇല്ല. ഇറ്റ്സ് ജസ്റ്റ് എ വെസൽ, ഒരു മരത്തടി മാത്രമാണ്. അതിലൂടെ ഒരാൾ ബ്ലോ ചെയ്യുമ്പോൾ, നമ്മൾ അതിലൂടെ ബ്രീത്ത് ചെയ്യുമ്പോഴാണ് അത് മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓൺ ഇറ്റ്സ് ഓൺ അതിനൊരു കപ്പാസിറ്റിയും ഇല്ല. ഇറ്റ്സ് ജസ്റ്റ് എ ഹോളോ വുഡൻ പീസ്. ബട്ട് വെൻ സംബഡി ബ്രീത്ത്സ് ബ്യൂട്ടിഫുള്ളി ഇൻ ടു ഇറ്റ് പ്രൊഡ്യൂസസ് ബ്യൂട്ടിഫുൾ മ്യൂസിക്. സോ ആ ബ്രീത്ത് ചെയ്യുന്ന ഒരാളായിട്ട് ഗോഡിനെയാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. വെൻ ഗോഡ് ബ്രീത്ത്സ് ഇൻ ടു ഇറ്റ് ബ്യൂട്ടിഫുൾ മ്യൂസിക് ഈസ് പ്രൊഡ്യൂസ്, സിംബലൈസിങ് ക്രിയേറ്റിവിറ്റി ആൻഡ് ഇൻസ്പിറേഷൻ. അപ്പൊ മനുഷ്യൻ ഒരുപാട് ക്രിയേറ്റീവായിട്ട് ഇൻസ്പയറിംഗ് ആയിട്ട് പലതും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം എന്താണ്? കേവലം ദൈവം ബ്രീത്ത് ചെയ്യുന്ന ഈ ഒരു ബ്യൂട്ടിഫുൾ മ്യൂസിക് ആണ്. സോ ഇപ്പോൾ ടാഗോർ ഇത്രയും നല്ല പോയിറ്റ് ആണ്, ഹി ഹാഡ് എ ലോട്ട് ഓഫ് അക്കംപ്ലിഷ്മെന്റ്സ് എന്ന് നമ്മൾ പറയുമ്പോൾ ഇൻഡിവിജ്വലി ഹി ഈസ് നത്തിങ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എവറിത്തിങ് ഈസ് ഡിവൈൻ പവർ.
The poet suggests that all artistic expression comes from divine inspiration. അതായത് ഏതൊരു കഥ, കവിത, എന്തൊരു ആർട്ടും കേവലം ആർട്ടിസ്റ്റിന് അതിൽ പ്രത്യേകിച്ചൊരു കപ്പാസിറ്റിയും ഇല്ല. എവറിത്തിങ് ഈസ് കമ്മിങ് ഫ്രം ഡിവിനിറ്റി. ആ ഒരു ദൈവ അംശമാണ് ഏതൊരു കലയിലും ഏതൊരു ആർട്ട് ഫോമിലും നിലനിൽക്കുന്നത്. പോയറ്റ് ഹിംസെൽഫ് അതിനകത്ത് ജസ്റ്റ് ഒരു വെസൽ, അത് എഴുതാനുള്ള ഒരു കഥാപാത്രം മാത്രമാണ്. At the immortal touch of thy hands, my little heart loses its limits in joy and gives birth to utterance ineffable. Okay, utterance ineffable. അപ്പോൾ God's immortal touch fills the poet with divine joy. The heart loses its limits, meaning it overflows with happiness and spiritual ecstasy. അപ്പോൾ ഈ ഒരു ദൈവ സ്പർശനം ഏൽക്കുമ്പോൾ, ദൈവം എന്ന് പറഞ്ഞാൽ ഇമ്മോർട്ടൽ ആണ്. അപ്പോൾ ആ ഇമ്മോർട്ടൽ ആയിട്ടുള്ള ഒരു ടച്ച് ഏൽക്കുമ്പോൾ, ഒരു ആർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഇമ്മോർട്ടൽ ആണ്. ഒരു ആർട്ടിസ്റ്റ് മരിച്ചാലും ആർട്ട് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇമ്മോർട്ടൽ ആയിട്ടുള്ള ടച്ച് എന്ന് പറയുന്നത്, അപ്പോൾ ആർട്ട് ഈസ് ഇമ്മോർട്ടൽ ബിക്കോസ് ഇറ്റ്സ് ഫ്രം ദി ഡിവൈൻ, ദൈവത്തിൽ നിന്നാണ്. അപ്പോൾ ഈ ഇമ്മോർട്ടൽ ആയിട്ടുള്ള ടച്ച് വരുമ്പോൾ മൈ ഹാർട്ട് ലൂസസ് ഇറ്റ്സ് ലിമിറ്റ്സ് ഇൻ ജോയ്. അളവറ്റ ഹാപ്പിനെസ് ആണ്, ലിമിറ്റ്ലെസ് ആയിട്ടുള്ള ഹാപ്പിനെസ് ഓവർഫ്ലോ ചെയ്യാണ് ചെയ്യുന്നത്. ആൻഡ് ഗിവ്സ് ബർത്ത് ടു അട്ടറൻസ് ഇൻഎഫബിൾ. ഇൻഎഫബിൾ എന്ന് പറഞ്ഞാൽ വെരി ഗ്രേറ്റ് ആൻഡ് ഗ്രാൻഡ്. അപ്പോൾ അത്രയും അട്ടറൻസ് എന്ന് പറഞ്ഞാൽ സ്പീച്ച്. അപ്പോൾ എനിക്ക് അത്രയും ഗ്രേറ്റ് സ്പീച്ചാണ്. അപ്പോൾ ദി ആർട്ട് വിച്ച് ഇസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ദിസ് ഇസ് ബിക്കോസ് ഓഫ് സ്പിരിച്വൽ ഏസ്റ്റസി. Thy infinite gifts come to me only on these very small hands of mine. God's gifts are infinite, but human capacity to receive them is limited. Thy infinite gifts come to me only on these very small hands of mine. The small hands symbolize human limitation and humility. Despite this limitation, God still generously gives his blessings. അപ്പോൾ ദൈവത്തിനോട് പറയാണ്, നിന്റെ ഇൻഫിനിറ്റ് ഗിഫ്റ്റ്സ്, ദൈവം എന്ന് പറയുന്നത് അളവറ്റതാണ്, ഇൻഫിനിറ്റ് ഗിഫ്റ്റ്സ് ആണ്. ആൻഡ് ദാറ്റ്സ് കമ്മിങ് ടു മൈ വെരി സ്മോൾ ഹാൻഡ്സ്. എൻ്റെ കരങ്ങൾ എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. എൻ്റെ റിസോഴ്സസ്, ഞാൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ലിമിറ്റഡ് തിങ്. അപ്പം അത്രയും ഹമ്പിൾ ആയിട്ടാണ് നമ്മുടെ പോയിറ്റ് പറയുന്നത്. ഞാൻ എന്നീ നിസാരമായ ഒരാളിലേക്ക്, എൻ്റെ വളരെ ചെറിയ കരങ്ങളിലേക്ക് നീ അളവറ്റ സമ്മാനങ്ങളാണ് തരുന്നത്. അപ്പോൾ ഗോഡിൻ്റെ ആ ഒരു ഇൻഫിനിറ്റ് കപ്പാസിറ്റി വേഴ്സസ് മനുഷ്യൻ്റെ അത്രയും ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു കപ്പാസിറ്റിയാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ലിമിറ്റേഷൻ അംഗീകരിക്കുക എന്ന് പറയുന്നതാണ് സറണ്ടർ ഓഫ് ഈഗോ എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ ഡിവൈൻ പവറിനെ അംഗീകരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ കഴിവ്, നമ്മുടെ പരിമിതികളെ ഉൾക്കൊള്ളുന്നത്, അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗ്രേറ്റ്നെസ്സിനെ അംഗീകരിക്കുകയാണ് അതിലൂടെ ചെയ്യുന്നത്. Ages pass and still though poorest and still there is room to fill. Time passes endlessly, yet God continues to give without exhaustion. Ages pass and still though poorest and still there is room to fill. പോർ എന്ന് നമ്മൾ പറഞ്ഞാൽ എന്താ, ഇങ്ങനെ ഹോൾസ് ഉള്ള ഒരു സ്പോഞ്ച് പോലത്തെ ഒരു സംഗതി. എത്ര വെള്ളം കൊടുത്താലും അതിങ്ങനെ വലിച്ച് റിസീവ് ചെയ്തുകൊണ്ടിരിക്കും. സോ ദോ പോറസ്റ്റ്, എത്ര തന്നെ കാലങ്ങൾ കഴിഞ്ഞാലും യു സീം പോറസ്റ്റ് ആൻഡ് ദർ ഇസ് സ്റ്റിൽ റൂം ടു ഫിൽ വിത്തിൻ യു. ദി ഹ്യൂമൻ സോൾ ഓൾവേസ് ഹാസ് സ്പേസ് ടു റിസീവ് മോർ ഡിവൈൻ ഗ്രേസ്. ദിസ് ലൈൻ ഹൈലൈറ്റ്സ് ദി ഇൻഫിനിറ്റ് ജനറോസിറ്റി ഓഫ് ഗോഡ് ആൻഡ് ദി അൺലെസ് നേച്ചർ ഓഫ് സ്പിരിച്വൽ ഗ്രോത്ത്. ഒരു സ്പോഞ്ച് പോലെ പോറസ് ആയിട്ടുള്ള ഒരു സംഗതിയോട് കമ്പയർ ചെയ്യുന്നത്, അതിന് എത്ര വേണമെങ്കിലും എന്താ പറയുക, ഇൻഫിനിറ്റ് ആയിട്ടുള്ള ജനറോസിറ്റിയാണ് ദൈവത്തിൻ്റെത്. ദൈവത്തിൽ നിന്ന് വരുന്ന സ്പിരിച്വൽ ഗ്രോത്ത് എന്ന് പറയുന്നത് എൻഡ്ലെസ് ആണ്. അപ്പം അത്രയും വാസ്റ്റ് ആണ്, അത്രയും ഓൾ എൻകംപാസിംഗ് ആണ്, അത്രയും ഗ്രേറ്റ് ആയിട്ടാണ് നമ്മുടെ ഒരു പോയറ്റ് ദൈവത്തെ വിശേഷിപ്പിക്കുന്നത്. അപ്പം ഇറ്റ്സ് വെരി സ്മോൾ ആൻഡ് ബ്യൂട്ടിഫുൾ പോം. ഗീതാഞ്ജലിക്ക് പറ്റിയൊരു ഗുഡ് ഓവർവ്യൂ ആണ് ഈ ഒരു പോയം എന്ന് പറയുന്നത്. ദി പോയം എക്സ്പ്രസസ് ഡീപ് ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ ലൈഫ് ആസ് എ ഡിവൈൻ ഗിഫ്റ്റ്. It presents the human being as weak and limited yet constantly renewed by God's grace. അപ്പോൾ നമ്മുടെ പോയറ്റ് ഈ ഒരു പോയത്തിൽ ലൈഫിനെ ഒരു ഡിവൈൻ ഗിഫ്റ്റ് ആയിട്ടാണ് കാണുന്നത്. ദൈവത്തിൻ്റെ അളവറ്റ ഒരു അനുഗ്രഹമായിട്ടാണ് ജീവനെ കാണുന്നത്. അതിന് ആത്മാർത്ഥമായിട്ടുള്ളൊരു നന്ദി പ്രകടനമാണ് ഈ ഒരു പോയത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. It presents the human being as weak and limited yet constantly renewed by God's grace. മനുഷ്യൻ എന്ന് പറയുന്നത് കേവലം ഒരു
ബിന്ദുവാണ്. അതൊരു വളരെ വീക്കായിട്ടുള്ള ഒരുപാട് ലിമിറ്റേഷൻസ് ഉള്ള ഒരു സംഗതിയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അതിന് എന്താ പറയുക, അത് റിന്യൂ ചെയ്യുന്നതും അതിന് സസ്റ്റെയിൻ ചെയ്യുന്നതും സർവൈവ് ചെയ്യിപ്പിക്കുന്നതും ദൈവശക്തി കൊണ്ട് മാത്രമാണ്. ക്രിയേറ്റിവിറ്റി, ജോയ് ആൻഡ് എക്സ്പ്രഷൻ ആർ ഷോൺ ആസ് ഗിഫ്റ്റ്സ് ദാറ്റ് കം ഫ്രം ഡിവൈൻ ഇൻസ്പിറേഷൻ. അതായത് ആർട്ട് എന്ന് പറയുന്നതും ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നതും ക്രിയേറ്റീവ് എക്സ്പ്രഷൻ എന്ന് പറയുന്നതും ഹാപ്പിനെസ് എന്ന് പറയുന്നതൊക്കെ ദൈവത്തിൽ നിന്ന് വരുന്ന കേവലം അനുഗ്രഹങ്ങളാണ്. അല്ലാതെ മനുഷ്യൻ അതിന് പ്രത്യേകിച്ച് ഒരു കപ്പാസിറ്റിയും വരുന്നില്ല. അപ്പൊ ആർട്ട് എന്ന് പറയുന്നത് ഡിവൈൻ ഇൻസ്പിറേഷൻ ആണെന്നാണ് ടാഗോർ പറയുന്നത്. ദി പോയം സെലിബ്രേറ്റ്സ് ദി ഇന്റിമേറ്റ് ആൻഡ് ലവിംഗ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഗോഡ് ആൻഡ് ദി ഹ്യൂമൻ സോൾ. മനുഷ്യനും ദൈവവും തമ്മിലുള്ള വളരെ ഇന്റിമേറ്റ് ആയിട്ടുള്ള, ക്ലോസ് ആയിട്ടുള്ള, അതേസമയം ലവിങ്, അതൊരു പേടിയുടെ പുറത്തോ ഒന്നുമല്ല, ആത്മാർത്ഥമായ സ്നേഹം, ജെനുവിൻ ലവിന് പുറത്തുള്ള ആ ഒരു ട്രൂ റിലേഷൻഷിപ്പിന്റെ പറ്റിയാണ് ഈ ഒരു പോയത്തിൽ പറയുന്നത്. ഓക്കെ, സോ ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ പോയം. ഞാനിപ്പോൾ ഈ എന്താ പറയുക തീമും ഇതിനകത്ത് വരുന്ന ഇന്നർ മീനിങ്ങും ഒന്നും ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ജസ്റ്റ് ലൈൻ ബൈ ലൈൻ നിങ്ങൾക്ക് മീനിങ് മനസ്സിലായാൽ മതി. ബാക്കി നമ്മൾ വരുന്ന ക്ലാസ്സിൽ ഇത് ഫർദർ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ലെറ്റ്സ് കൺക്ലൂഡ് ഹിയർ. താങ്ക് യു.